ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1199 കർക്കിടക മാസം 17-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 10-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ തിഥി ദ്വാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകയിര നക്ഷത്രമാണ്. വ്യാഴാഴ്ച ദിവസം ഉദിച്ചുയരുന്ന നക്ഷത്രം മകയിര നക്ഷത്രം. ഈ അധ്യായം മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഞാൻ പറയുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയ സമയത്തുള്ള നക്ഷത്രം മകയിര നക്ഷത്രമാണ്. നാളെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ജ്യോതിഷത്തിൽ വ്യാഴത്തെ ഗവൺമെൻറ്റുമായിട്ട്, രാജാവുമായിട്ടാണ്, പണ്ട് കാലത്തൊക്കെ രാജാവെന്നാണ് അവിടെ കൊടുത്തിരുന്നത്, ഇപ്പോൾ അത് ഗവൺമെൻറ് ആയല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ഈ വ്യാഴം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിനോട് കൂടെ കുജൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നു. കുജൻ രാഷ്ട്രീയത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് കുജൻ. അപ്പോൾ നാളത്തെ ദിവസം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് വാഗ്ദാനങ്ങൾ, രാഷ്ട്രീയപരമായി ഉള്ള വാഗ്ദാനങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ വാഗ്ദാനങ്ങൾ പറയുന്നത് പോലെ അവർ ഭാവിയിൽ പ്രവർത്തിക്കണമെന്നില്ല. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നാളെ ഉണ്ടാകുക. എന്തായാലും ഗവൺമെൻറ് നാളെ കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതിൽ രാഷ്ട്രീയ ചുവയോടുകൂടി ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിന്, അതായത് LDF ഗവൺമെൻറ്റിന് രാജ്യയോഗം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാണ് ഈ ഗവൺമെൻറ് പുതിയ വാഹനമൊക്കെ വാങ്ങിച്ച് അവർ രാജാവിനെ പോലെ നമ്മുടെ തെരുവീതികളിൽ കൂടി, രാജവീതികളിൽ കൂടിയൊക്കെ പോയത്. അതിനു മുമ്പ് തന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. LDF സർക്കാരിന് രാജയോഗം, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഭരണമാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഭരണമാറ്റത്തിൽ കൂടി മന്ത്രി ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിയായി വന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നാളത്തെ ദിവസം ഗവൺമെൻറ് ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നാളത്തെ ദിവസം ഗവൺമെൻറ് നാളത്തെ ദിവസം ജനങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്ന ഒരു ദിവസമായിരിക്കും. പക്ഷേ പറയുന്നത് പോലെ പ്രവർത്തിക്കണമെന്നില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഈ വ്യാഴത്തിനോട് കൂടെ കുജൻ എന്ന് പറയുന്ന ഗ്രഹം, രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുള്ള, രാഷ്ട്രീയത്തിൻ്റെ കാര്യഗ്രഹമായി കുജനും കൂടി നിൽക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായുള്ള ഒരു അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമായിരിക്കും നാളത്തെ ദിവസം ഉണ്ടാകുക. അത് പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കണമെന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതുപോലെ തന്നെ നാളത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത, നാളത്തെ ദിവസം വൈകുന്നേരങ്ങളിൽ ഈ കുട്ടികൾക്ക് അപകടമുണ്ടായി മരണപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളെ വൈകുന്നേരം. അത് ഗ്രഹങ്ങളുടെ അപ്പോഴത്തെ ആ പൊസിഷൻ വെച്ച് അപകടമുണ്ടായി അത് ആൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. അത് വൈകുന്നേര സമയങ്ങളിൽ കേരളത്തിൽ എവിടെയെങ്കിലും അത് സംഭവിച്ചിരിക്കും. അത് ഇന്ന സ്ഥലമെന്ന് പറയാൻ പറ്റത്തില്ല. അത് എവിടെയെങ്കിലും അങ്ങനെ ഒരു അപകടം സംഭവിച്ച് ഒരു കുട്ടിയെങ്കിലും അപകടത്തിൽ കൂടി മരണപ്പെട്ടു പോകും. അങ്ങനെ ഒരു ഗ്രഹസ്ഥിതി വൈകുന്നേരം സമയങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അതും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളത്തെ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന നക്ഷത്രം മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രത്തെക്കുറിച്ചും അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മകരമാണെങ്കിലും മകര നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ്. കാരണം മകര നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 10:25 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് പകൽ പൂർണ്ണമായിട്ട് വന്നിരുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 10:25 മുതൽ വെള്ളിയാഴ്ച രാവിലെ 11 മണി വരെ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 11 മണി വരെ ഉണ്ടായിരിക്കും.
അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വ്യാഴാഴ്ച രാവിലെ 10:25 മുതൽ വെള്ളിയാഴ്ച രാവിലെ 11 മണി വരെ ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ്. മൃഗം ശ്വാവാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ ഭൂതം ജലമാണ്. പക്ഷി ചകോരമാണ്. വൃക്ഷം കരിമരമാണ്. രാഹുദശയിലാണ് ഇവരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എല്ലാ തിരുവാതിര നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് രാഹുദശാകാലം. അതായത് തിരുവാതിര, ചോതി, അതുപോലെ തന്നെ ചതയം, ഈ 3 നാളുകാരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലമാണ് രാഹുദശാകാലം. രാഹുദശാകാലത്തുകൂടിയാണ് ഇവർ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ നാളെ വ്യാഴാഴ്ച ദിവസം രാവിലെ 10:25 മുതൽ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം രാവിലെ 10:25 മുതൽ അശ്വതി, കാർത്തിക, ചതയം, പൂരുട്ടാതി, ചിത്തിര, ചോതി, മകയിരം, ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതായത് നാളെ വ്യാഴാഴ്ച ദിവസം രാവിലെ 10:25 മുതൽ വെള്ളിയാഴ്ച രാവിലെ 11 മണി വരെയുള്ള സമയത്ത് അശ്വതി, കാർത്തിക, ചതയം, പൂരുട്ടാതി, ചിത്തിര, ചോതി, മകയിരം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് വ്യാഴാഴ്ച രാവിലെ 10:25 മുതൽ വെള്ളിയാഴ്ച രാവിലെ 11 മണി വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അനിഴം, കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 9:17 വരെ ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 1:47 വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. നാളത്തെ തീയതി 1 ഇംഗ്ലീഷ് മാസ തീയതി 1 ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ജന്മസംഖ്യ ഒറ്റ സംഖ്യ വരുമ്പോൾ അത് 1 വരുന്നു. ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം വളരെ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആർക്കൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർ നാളത്തെ ദിവസം മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വളരെ ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യം ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ഓരോ ദിവസവും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സേവനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗ്രഹനില തയ്യാറാക്കുന്നതിനോ ജാതകം എഴുതുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരമുണ്ടാക്കി തരുവാനൊക്കെ ജ്യോതിഷപരമായ ആവശ്യങ്ങൾ, സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ എൻ്റെ നമ്പർ ഈ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിലെ നമ്പർ എടുത്ത് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക. നിങ്ങൾ എത്ര ദൂരെ ആയിരുന്നാലും ഞാൻ നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മഹാദേവനിലൂടെ ഞാനത് പരിഹരിച്ച് തരാം. കാരണം നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ശക്തിയുണ്ട്, മഹാദേവൻ. ആ മഹാദേവൻ്റെ ശക്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരാം. താല്പര്യമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക. എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിലും പരിഹാരം കണ്ടുതരാം. ആരും നശിച്ചു പോകരുത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ നേരിടുന്നവരുണ്ട്, കടബാധകളാൽ നേരിടുന്നവരുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ
ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇനി നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 2ാം ഭാവത്തിൽ വ്യാഴം എന്ന ഗ്രഹം നിൽക്കുന്ന ദിവസമാണ്. വ്യാഴാഴ്ച ദിവസത്തിൽ വ്യാഴത്തിനാണ് ബലം. കാരണം ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഓരോ ദിവസവും ആ ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹത്തിനാണ് കൂടുതൽ ബലം വന്നു ചേരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. വ്യാഴം ഇവരുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴം ഇവർക്ക് ആരാണ്? ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ്. 12ാം ഭാവത്തിൻ്റെ അധിപനാണ്. സകലവും നഷ്ടപ്പെടുത്തി കളയുന്ന ഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ ഈ വ്യാഴം ആരുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്? ഇവരുടെ കൂറിൻ്റെ അധിപനായ കുജനുമായിട്ട്, ചൊവ്വയുമായിട്ടുമാണ്. അതുപോലെ തന്നെ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വയുമായിട്ടാണ്. അപ്പോൾ എന്താണ് ഫലം? നിങ്ങൾക്ക് തന്നെ അറിയാം, സമ്മിശ്രമായ ഫലമായിരിക്കും വന്നു ചേരുക, അല്ലേ? അപ്പോൾ ഒരു ഭാവം നേട്ടമാണെങ്കിൽ ഒരു ഭാവം കോട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളർക്ക് വന്നു ചേരുക. അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവർക്ക് ധനം വന്നു ചേരാം. ഗവൺമെൻറ് മുഖേന ധനം വന്നു ചേരാം. ഇൻഷുറൻസ് കമ്പനി, ബാങ്ക് മുഖേന ധനം വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാം. പക്ഷെങ്കിൽ ഭാഗ്യം കൊണ്ടും ഇവർക്ക് ധനം വന്നു ചേരാം. പക്ഷെങ്കിൽ ഇവർക്ക് നാളത്തെ ദിവസം ഈ പണം അനാവശ്യമായിട്ട് ചെലവഴിച്ചു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് ഈ പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമായിട്ടാണ് ഈ വ്യാഴം നിൽക്കുന്നത്. തന്നെയല്ല, ഈ വ്യാഴം 12ാം ഭാവത്തിൻ്റെ സകലവും സ്വയമേ നഷ്ടപ്പെടുത്തി കളയുന്ന ആ ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വന്നു ചേരുന്ന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ടോ ഗവൺമെൻറ് മുഖേനയൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിലും ആ ധനം പെട്ടെന്ന് തന്നെ അനാവശ്യമായിട്ട് ചെലവഴിച്ച് പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണെങ്കിലും പിതാവിനെ കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിതാവിൻ്റെ ശത്രുതയൊക്കെ നാളെ പകലുകൊണ്ട് ഏറെക്കുറെ അവസാനിക്കുമെങ്കിലും പിതാവിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ പിതാവിനെ കൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് പോകുന്നത്. തൊഴിൽപരമായ പ്രതിസന്ധി ഇവർക്ക് നാളത്തെ ദിവസം നിലനിൽക്കുകയും ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും നാളത്തെ ദിവസം തൊഴിലിന് പോകാൻ പറ്റുന്നൊരു ദിവസമല്ലായിരിക്കാം. അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ തൊഴിൽ മേഖലയിൽ ഇവർക്ക് പോകുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖം ഇവർക്ക് ഇപ്പോൾ മോശമാണ്. പക്ഷെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ ദാമ്പത്യ സുഖം ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അത് കുറച്ച് ദിവസത്തേന് മാത്രമായിരിക്കും ഈ ദാമ്പത്യ സുഖം വന്നു ചേരുക. അതിനുശേഷം പിന്നെയും വീണ്ടും പഴയതുപോലെ ദാമ്പത്യ രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വീണ്ടും കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മേടക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ അഷ്ടമത്തിൻ്റെ അധിപനും ലാഭഭാവത്തിൻ്റെ 11ാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴം നിൽക്കുന്നു. വ്യാഴത്തിനോട് കൂടെ 12ാം ഭാവത്തിൻ്റെ അധിപനും അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ സമ്മിശ്രമായ അനുഭവങ്ങളെയാണ് കൊടുക്കുന്നത്. നേട്ടം കൊടുക്കും, അതോടൊപ്പം കോട്ടവും കൊടുക്കും. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. നേട്ടം വന്നു ചേരാം, അതുപോലെ തന്നെ വന്നു ചേരുന്ന നേട്ടം അതുപോലെ തന്നെ നിലനിൽക്കാതെ ശത്രുതയിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇവരുടെ കുടുംബസുഖം ഇവർക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടം ഇവർക്ക് അനുകൂലമാണ്. പക്ഷെങ്കിൽ ഇതൊന്നും നിലനിൽക്കുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം. അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ഉറച്ച് സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു ദിവസമല്ല. അവിടെ ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് നാളത്തെ ദിവസം അനുഭവങ്ങൾ പോവുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം മാതാവ് മുഖേന ധനം വന്നു ചേരുവാനും സാധ്യതയുണ്ട്.
മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് സ്ഥായിയായി ഇവർക്കൊരു പ്രയോജനമുണ്ടാകുന്ന വിധത്തിൽ അത് ഉപകരിക്കപ്പെടണമെന്നില്ല എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇനി മിഥുനക്കൂറുകാരുടെ കാര്യമെടുക്കാം. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവരുടെ 12ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ പോലും, 12ാം ഭാവത്തിലാണ് കുജൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നതെങ്കിൽ പോലും അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെയും ലാഭഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹങ്ങൾ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ, ചന്ദ്രൻ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അനഭായോഗം എന്ന് പറയുന്ന രാജയോഗം വന്നു ചേരുന്നു. പക്ഷെങ്കിൽ ഈ രാജയോഗം പൂർണ്ണമായിട്ട് ഇവർക്ക് ലഭിക്കില്ല. കാരണം ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല. അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം. ചന്ദ്രൻ പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ ചന്ദ്രൻ്റെ 12ാം ഭാവത്തിൽ നിൽക്കുന്ന പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട വ്യാഴവും കുജനും നിൽക്കുന്നു. അങ്ങനെ ആ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണെങ്കിൽ 100% രാജയോഗ തുല്യമായ അനുഭവങ്ങൾ മിഥുനക്കൂറുകാർക്ക് വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം രാജയോഗ തുല്യമായ ചില അനുഭവങ്ങൾ മാത്രമായിരിക്കും അവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് കുടുംബസുഖം കുറവായിരിക്കും. അവർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടം കുറവായിരിക്കും. കാരണം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനല്ല. ബലവാനായിരുന്നെങ്കിൽ അവർക്ക് പൂർണ്ണമായ ധനനേട്ടവും കുടുംബസുഖവും ഒക്കെ വന്നു ചേർന്നേനെ. പക്ഷേ അപ്രകാരം ചന്ദ്രൻ അമാവാസിയോട് തൊട്ട് നിൽക്കുന്നത് കാരണം, ക്ഷീണചന്ദ്രനായി നിൽക്കുന്നത് കാരണം അവർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ ഏതാനും ചില അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം അവരുടെ ജീവിതം കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതെല്ലാ കാര്യങ്ങളിലും ഏകദേശം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന ഒരു അനുഭവമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവരുടെ ലാഭഭാവത്തിൽ 10ാം ഭാവാധിപനും 12ാം ഭാവത്തിൽ 10ാം ഭാവാധിപനും 9ാം ഭാവാധിപനും, അതായത് ഭാഗ്യത്തിൻ്റെയും തൊഴിലിൻ്റെയും ഗ്രഹമായ വ്യാഴവും കുജനും ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നാളത്തെ ദിവസം വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുകയില്ല. അപ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ, അവരെ നയിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് അലസത, ബുദ്ധിമുട്ട്, ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ ശരീരത്തിൽ അസ്വസ്ഥതകൾ, മുറിവ്, ചതവുകൾ, ദേഹത്തിന് വേദന, പനി, ജലദോഷം, അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. മാനസികമായ ബുദ്ധിമുട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും ഈ ഒരു സ്ഥിതിയിൽ ആയിരുന്നാൽ പോലും ആ സ്ഥിതിക്ക് ഒരു പിന്തുണ നൽകുന്ന വിധത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വ്യാഴം അവർക്ക് ചിലർക്ക് നാളത്തെ ദിവസം രോഗത്തെ ആയിരിക്കും കൊടുക്കുന്നത്. ചിലർ കടബാധികളാൽ ഭാരപ്പെടുന്നൊരവസ്ഥയായിരിക്കും കൊടുക്കുന്നത്. ചിലർക്ക് നാളത്തെ ദിവസം ഈ കടബാധികൾ കൊടുത്തു തീർക്കാനുള്ള ധനമായിരിക്കും വന്നു ചേരുന്നത്. ഭാഗ്യം കൊണ്ട് കടബാധികൾ കൊടുത്തു തീർക്കാനുള്ള ധനമായിരിക്കും വന്നു ചേരുന്നത്. ചിലർക്ക് തൊഴിൽ കൊണ്ടുള്ള ധനമായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ചോ അവരുടെ നാളത്തെ അനുഭവം, അവരുടെ ആൺമക്കൾ മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളാണ് അവർക്ക് വന്നു ചേരുക. അതുപോലെ തന്നെ അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുക. അപ്പോൾ ജ്യോതിഷത്തിൽ പറയുന്നത് ഇതൊരു രാജയോഗ തുല്യമായ അനുഭവമാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ 4ാം ഭാവാധിപനും 5ാം ഭാവാധിപനും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കേന്ദ്രഭാവത്തിൽ നിന്നാൽ അത് വലിയൊരു രാജയോഗമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് രാജയോഗം വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ വന്നു ചേരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കൂറിൻ്റെ അധിപനായ ഗ്രഹം സൂര്യൻ, ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചിങ്ങക്കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവത്തിൽ നിന്നാൽ അത് വലിയ നേട്ടത്തെ കാണിക്കുന്നില്ല. 12ാം ഭാവം നഷ്ടഭാവമാണ്. അപ്പോൾ അവരുടെ കൂറിൻ്റെ അധിപനായ ഗ്രഹം നഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക്
വന്നു ചേരേണ്ടതായ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊന്നും ആ പൂർണ്ണസ്ഥിതിയിൽ ലഭിക്കുന്ന ഒരു ദിവസമല്ല. എങ്കിലും നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന, അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ ഗ്രഹം ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. വീട്, വസ്തു, വാഹനം, മാതാവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ വ്യാഴം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമായി ചേർന്നുകൊണ്ട് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു. അഷ്ടമത്തിൻ്റെ അധിപനെ, അതായത് ഒരു വ്യക്തി കള്ളുകുടിയനുമായിട്ട് നല്ല സന്തോഷമായിട്ട് കഴിയുന്ന ഒരു വീട്ടിലേക്ക് കയറി വരുന്നവരിക്കും. ഒരു കള്ളുകുടിയനുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അയാൾ എത്ര ഭാഗ്യം തരാമെന്ന് പറയുന്ന ആളാണെങ്കിലും ആ വീട്ടുകാർക്ക് അത്ര തൃപ്തി ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ അവർക്ക് നല്ല അനുഭവം ഉണ്ടാകുമോ? നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാകുമോ? ഒരു സന്തോഷവും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഈ തരാൻ വന്ന വ്യക്തിയെ ഈ കള്ളുകുടിയൻ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഉള്ള അനുഭവമായിരിക്കും വന്നു ചേരുക. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം വന്നു ചേരാം, പക്ഷെങ്കിൽ അഷ്ടമത്തിൻ്റെ അധിപൻ ഈ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കാം. അതാണിപ്പം കന്നിക്കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കന്നിക്കൂറുകാർ പലരും വ്യാഴത്തിലെ രാശിമാറ്റം കൊണ്ട് വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഈ ഓഗസ്റ്റ് മാസം 26-ാം തീയതി വരെ അഷ്ടമത്തിൻ്റെ അധിപനായ കുജനുമായിട്ടാണ് വ്യാഴം ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം 26-ാം തീയതി കഴിയണം ഇനി അവർക്കൊരു നേട്ടം ഉണ്ടാകണമെങ്കിൽ. അതുവരെയും ഇങ്ങനെ പോകും. അപ്പോൾ അവർക്ക് അഷ്ടമത്തിൻ്റെ അധിപനുമായ ഗ്രഹമായ കുജനുമായിട്ട് ചേർന്നാണ് വ്യാഴം നിൽക്കുന്നത്. അത് കാരണം വന്നു ചേരേണ്ടിയ ഭാഗ്യങ്ങളെല്ലാം തട്ടിപ്പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം അവർ പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചു, ദുരിതങ്ങൾ അനുഭവിച്ചു. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് അവരെല്ലാവരും രാജാവിനെ പോലെ ജീവിക്കുമെന്നൊക്കെ ഒരുപാട് വീഡിയോകളെല്ലാം പ്രിയപ്പെട്ടവർ കേട്ട് എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. പക്ഷെങ്കിൽ സംഭവിക്കുന്ന ഇതാണ്. എന്താണ്? അതാരും പറയത്തില്ല, പറഞ്ഞാൽ വ്യൂവേഴ്സ് കുറഞ്ഞു പോകും. അപ്പോൾ അവർക്ക് പറ്റിയത്, ഈ നാളുകാർക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ കുജനുമായിട്ടാണ് ഈ വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഈ കുജൻ സമ്മതിക്കത്തില്ല. കുജൻ അത് തട്ടിത്തെറിപ്പിച്ച് കളയും. അഷ്ടമത്തിൻ്റെ അധിപനല്ലേ, സകലവും നഷ്ടപ്പെടുത്തി കളയുന്ന ഗ്രഹമാണ് അഷ്ടമത്തിൻ്റെ അധിപൻ. അപ്പോൾ അത് ഇവർക്ക് ലഭിക്കാതെ പോകുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യവും ഭാഗ്യക്കേടുകളും ഉണ്ടാകാം. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഷ്ടമത്തിൻ്റെ അധിപൻ ജനിച്ച സമയത്ത് ദോഷമൊന്നും ചെയ്യാത്ത വിധത്തിലുള്ളവർക്ക് നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ ഏറെക്കുറെ വന്നു ചേരും എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയിന്മേൽ ഒരു ഉചിതമായ തീരുമാനം, ഭാഗ്യകരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിലും ഭാഗ്യകരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇനി തുലാക്കൂറിൻ്റെ കാര്യം. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി നാളത്തെ ദിവസം അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അവരുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊക്കെ അവർക്ക് വലിയ സ്നേഹവും കരുതലുമായിട്ടൊക്കെ തോന്നാം. പക്ഷെങ്കിൽ അത് ചതിവിൽ അല്ലെങ്കിൽ ശത്രുതയായി മാറുവാൻ അല്ലെങ്കിൽ ചതിയായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ നിലനിൽക്കുന്ന സമയമാണ്. ശനി ഇവരുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ തന്നെ. ആ മക്കളെ കൊണ്ട്, പ്രത്യേകിച്ച് ആൺമക്കളെ കൊണ്ടുള്ള ഒരു ഗുണവും ഇവർക്ക് ലഭിക്കാത്തൊരു സമയമാണ്. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഈ തുലാക്കൂറുകാരുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ഒരുപാട് പേര് അടിച്ചു പൊളിച്ച് നല്ല ആർഭാടമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. അത് ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ടാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ദശാകാലത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്കാണ് കൂടുതൽ ബലം. അതുകൊണ്ടാണ് ആ ഫലം ഇവരിൽ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് കഷ്ടത്തെ കൊടുക്കും. പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ചതിവ്, വഞ്ചനയൊക്കെ പറ്റുവാനിടയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് കടബാധ്യതകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അങ്ങനെ പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും ഈ നാളുകാർ നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഇവരുടെ 7-ാം ഭാവാധിപൻ
ദാമ്പത്യ ജീവിതത്തിൻ്റെ അധിപനായ ഗ്രഹം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഇവരിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ വ്യാഴം ഇനി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇപ്പോൾ പ്രതികൂലമായ സമയമാണ്. ഓഗസ്റ്റ് 26-ന് ഈ വ്യാഴത്തിൽ നിന്നും ചൊവ്വ മാറും. അപ്പോൾ ഇവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ അപ്പോൾ ആ സമയത്ത് പരിഹരിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ചതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ ഒരു വർഷക്കാലം അതിൻ്റെ സമയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 2025 ജനുവരി മാസം വരെ മക്കളെ കൊണ്ടുള്ള ദുഃഖ ദുരിത പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അപ്പോഴേ അതും മാറത്തുള്ളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ, കുടുംബഭാവത്തിൻ്റെ നിരപരമായ അവസ്ഥയുടെയൊക്കെ അധിപനായ ഗ്രഹം അവർക്ക് 7-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ അവർക്ക് ഈ വൃശ്ചികക്കൂറുകാർക്ക് ഉദ്ദേശിക്കുന്ന പോലെയുള്ള ധനം അങ്ങോട്ട് വന്നു ചേരുന്നില്ല. എന്താണ് കാരണം? വൃശ്ചികക്കൂറുകാർക്ക് ഉദ്ദേശിക്കുന്ന പോലെയുള്ള ധനം അങ്ങോട്ട് വന്നു ചേരുന്നില്ല. അതെന്താണ് പ്രശ്നം? അവിടെയാണ് ചിന്തിക്കേണ്ട വിഷയം. അവർക്ക് അവരുടെ 7-ാം ഭാവത്തിൽ 2-ാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് 6-ാം ഭാവത്തിൻ്റെ അധിപനാണ്. 6-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ രോഗം, ദുഃഖം, കടം അല്ലെങ്കിൽ പ്രയാസം, പ്രതിസന്ധി എന്നിവയെ കാണിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് നിൽക്കുന്നത്. അത് ഇവരുടെ കൂറിൻ്റെ അധിപനും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സാമ്പത്തികമായ ഒരു വരുമാനം, ഇവരുടെ കടബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കുവാനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച്. എന്നാൽ ചിലരെ സംബന്ധിച്ച് നല്ല വരുമാനം ഉണ്ടായി അവർക്ക് കടങ്ങളെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അങ്ങനെ കുറേ ആൾക്കാർക്ക് അവരുടെ കടങ്ങളെല്ലാം ധനം വന്നു ചേർന്ന് കൊടുത്തു തീർക്കുവാൻ കഴിയുന്നു. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഒക്കെ ധനം വന്നു ചേർന്ന് അത് കൊടുത്തു തീർക്കുവാൻ കഴിയുന്നു. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇത് സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം, 12-ാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാണ്. ശുക്രൻ ഇവർക്കിപ്പോൾ ദോഷം ചെയ്യുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അപ്പോൾ ഇവരുടെ ഭാഗ്യഭാവത്തിൽ ഈ ശുക്രനാണ് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ, സകലതും നഷ്ടപ്പെടുത്തി കളയുന്ന ശുക്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഒരു 7 ദിവസത്തേന് ചിങ്ങൻ രാശിയിലേക്ക് പോകും. പിന്നെ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. പിന്നെയും പഴയ പോലെയുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം വന്നു ചേർന്നാൽ അത്രയുമായി. അതല്ലെങ്കിൽ ഈ കർക്കിടക മാസം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവർക്ക് അനുകൂലമായ സമയം വരും. അപ്പോൾ നാളത്തെ ദിവസം ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചിലരെ സംബന്ധിച്ച് ധനം വന്ന് ചേർന്ന് കടങ്ങളെല്ലാം കൊടുത്തു തീർക്കാൻ കഴിയും. ചിലരെ സംബന്ധിച്ച് കടങ്ങൾ കൊടുത്തു തീർക്കാനുള്ള ധനം വന്നു ചേരത്തില്ല. ജീവിച്ചു പോകാനുള്ള സാഹചര്യം, ദാമ്പത്യ സുഖവും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ കൂറിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാണല്ലോ. വ്യാഴത്തിൻ്റെ ദിവസമാണ് നാളത്തെ ദിവസം. വ്യാഴം അവർക്ക് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം എന്ന ശുഭഗ്രഹം 6-ാം ഭാവത്തിൽ നിന്നാൽ എന്താണ് നേട്ടം? ഒരു നേട്ടവുമില്ല. അപ്പോൾ അവിടെ വ്യാഴം നിൽക്കുന്നത് പക്ഷെങ്കിൽ അവരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ ഈ 5-ാം ഭാവത്തിൻ്റെ അധിപൻ ഇവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. അതുകൊണ്ട് വന്നു ചേരുന്ന നേട്ടങ്ങളൊന്നും നാളത്തെ ദിവസം സ്ഥായിയായിട്ട് നിലനിൽക്കത്തില്ല. നാളത്തെ ദിവസം കഴിഞ്ഞു പോകാം. ഏറെക്കുറെ നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ധനം വന്നു ചേർന്നാലും അതൊക്കെ ചിലവഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും നാളത്തെ ദിവസം ഇവർക്കുണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് സാധാരണ പോലെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും കാര്യമായ നേട്ടം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മകരക്കൂറുകാരെക്കുറിച്ച് ചിന്തിക്കാം. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനും 3-ാം ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹമാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ ഇങ്ങനെ
ഒരു ഗ്രഹം നിൽക്കുമ്പോൾ 12-ാം ഭാവത്തിൻ്റെ അധിപൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവരൊരു കാര്യം ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാര്യവിജയം ഉണ്ടാകത്തില്ല. കാരണം 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാര്യവും വിജയിക്കേണ്ട ഒരു ഭാവമാണ്. പക്ഷേ അവിടെ 12 സകലവും നഷ്ടപ്പെടുത്തി കളയുന്നൊരു ഗ്രഹം വന്ന് അവിടെ നിന്നാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷെങ്കിൽ ഏറെക്കുറെ നല്ല അനുഭവങ്ങളായിരിക്കും. കാരണം 5-ാം ഭാവത്തിലൊരു ശുഭഗ്രഹമാണ് നിൽക്കുന്നത്. ആ ശുഭഗ്രഹത്തിൻ്റെ കൂടെ 4-ാം ഭാവത്തിൻ്റെ അധിപനുമായ കുജനും കൂടി ചേർന്ന് നിൽക്കുന്നു. ഈ കുജൻ ഇവരെ സംബന്ധിച്ചോളം 4-ാം ഭാവത്തിൻ്റെ അധിപനും ലാഭഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ വലിയ നഷ്ടമൊന്നും വരാതെ ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി മകരക്കൂറുകാർ നാളത്തെ ദിവസം കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂട്ടാതി 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 4-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം ഇവരുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. വ്യാഴം നിൽക്കുന്നതാകട്ടെ നല്ല സ്ഥാനത്താണ്, 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നേട്ടമാണ് വന്നു ചേരേണ്ടത്. ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, മാതാവ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഇവരുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി ശത്രുതയിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാം കൊണ്ടും അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂട്ടാതി 3/4 നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചുള്ള അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം, തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമായ വ്യാഴം 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതല്ല. വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? ഇവർക്ക് അലസത വന്നു ചേരാം, കാര്യപ്രാപ്തിക്കുറവ് വന്നു ചേരാം, ധനം തികയാത്ത അവസ്ഥ വരാം. സ്ഥിര ജോലിയും സ്ഥിര വരുമാനമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്. അല്ലാത്തവർക്ക് ജോലിയിൽ നിന്നുള്ള വരുമാനമൊക്കെ കുറവായിരിക്കും, ധനം തികയാത്ത അവസ്ഥ വന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ അവർക്കുണ്ടാകും. തന്നെയുമല്ല, ഈ വ്യാഴം 2-ാം ഭാവാധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവാധിപനായ കുജൻ 3-ൽ നിൽക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ഈ 2-ാം ഭാവത്തിലേക്ക് 12-ൽ നിൽക്കുന്ന ശനിയുടെ ശത്രുത ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ വന്നു ചേരുന്ന ധനമൊന്നും കാര്യമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസവുമല്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം അത്ര നല്ല അനുഭവങ്ങളൊന്നും ഈ നാളുകാർക്ക് വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട. പക്ഷെങ്കിൽ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരത്തോടു കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.